അപ്പോൾ അപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അവല്, തിന്നായിട്ടുള്ള അവലാണ് ഞാനിവിടെ എടുത്തേക്കണേ. ഇതിനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കണേ, പുളി അധികം ഇല്ലാത്ത നല്ല കട്ട തൈര്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം തിക്കും അല്ല തിന്നും അല്ലാത്ത ഒരു ബാറ്റർ വേണം നമുക്ക് കിട്ടാനായിട്ട്, സാധാരണ അപ്പത്തിന്റെ മാവ് പോലെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ദോശത്തവ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 തവി മാവാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കണേ. പരത്താതെ തന്നെ നമ്മൾ തവ ഒന്ന് പയ്യെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അതുമ്മ കുഴികൾ വന്ന് തുടങ്ങും. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ കുഴികൾ വന്ന് കളറൊന്ന് പയ്യെ മാറി എല്ലാ ഭാഗവും ഒരുപോലെ വെന്തുന്ന് തോന്നുമ്പോൾ നമുക്കിത് എടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണിത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നിറയെ കുഴികളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കാം. തലേ ദിവസം അരി കുതിർത്ത് അരയ്ക്കാതെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള അപ്പം 10 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്ര സോഫ്റ്റ് ആണിതെന്ന്. ഇത് മുട്ടക്കറി, ചിക്കൻ കറി, കടലക്കറി എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.